നമസ്കാരം, ഏവർക്കും ബെസ്ലിക്ക ന്യൂസിലേക്ക് സ്വാഗതം. ഡിസംബർ മാസത്തിലെ പ്രധാന വാർത്തകൾ. ബെസ്ലിക്ക റക്ടർ ഫ്രാൻസിസ് അച്ഛന്റെ നാമഹേതു തിരുനാൾ ആഘോഷിച്ച് ബെസ്ലിക്ക കുടുംബം. പതാക ദിനം ആചരിച്ച് ബെസ്ലിക്ക മാതൃവേദി. മതബോധന വിദ്യാർത്ഥികൾക്കായി RJ25. സൗജന്യ പ്രമേഹ പരിശോധന ക്യാമ്പ്. സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ്. ക്രിസ്മസ് ഈവ് 2024. ഡോക്ടേഴ്സ് സംഗമം. കരോൾ സായാഹ്നം. ക്രിസ്മസ് മത്സരങ്ങളുമായി ബെസ്ലിക്ക. ഉണ്ണിയേശുവിനെ ഭക്തിപൂർവ്വം വരവേറ്റ് ബെസ്ലിക്ക കുടുംബം. ഫ്ലാഷ് മോബ് നടത്തി ബെസ്ലിക്ക കുട്ടികൾ. ഡിൻഡോ അച്ഛന്റെ തിരുപ്പട്ടത്തിന്റെ 1ാം വാർഷികം ആഘോഷിച്ച് ബെസ്ലിക്ക. തിരുപ്പട്ടം സ്വീകരിച്ച് ഫാദർ ജിനോയ് പുല്ലക്കാരൻ. ബോർഡ് നത്താലയിൽ പങ്കെടുത്ത് ബെസ്ലിക്ക. വിശുദ്ധ കവാടം തുറന്ന് ബെസ്ലിക്ക. ഫെബിനച്ചിന് ആശംസകളുമായി ബെസ്ലിക്ക കുടുംബം. പുതുവർഷത്തെ വരവേൽച്ച് ബെസ്ലിക്ക. ബെസ്ലിക്ക റക്ടർ ഫ്രാൻസിസ് അച്ഛന്റെ നാമഹേതു തിരുനാൾ ആഘോഷിച്ച് ബെസ്ലിക്ക കുടുംബം. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ നാമധാരിയായ ബെസ്ലിക്ക റക്ടർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത് അച്ഛന്റെ നാമഹേതു തിരുനാൾ ഡിസംബർ 3-ാം തീയതി ആഘോഷിച്ചു. കൈക്കാരന്മാരും വിവിധ സംഘടനകളും ഇടവക ജനങ്ങളും അച്ഛനെ സ്നേഹപൂർവ്വം പ്രാർത്ഥനാശംസകൾ നേർന്നു. അച്ഛൻ എല്ലാവർക്കും മധുരം പങ്കുവച്ചു. പതാക ദിനം ആചരിച്ച് ബെസ്ലിക്ക മാതൃവേദി. ഡിസംബർ 8-ന് അമലോത്ഭവ മാതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് തലേ ദിവസം ഡിസംബർ 7 ശനിയാഴ്ച രാവിലെ 7:30 വിശുദ്ധ കുർബാനയിൽ മാതൃവേദി അംഗങ്ങൾ കാഴ്ച സമർപ്പണവും നേർച്ച വിതരണവും നടത്തി. തുടർന്ന് മാതൃവേദിയുടെയും പതാക വികാരി റക്ടർ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത് ഉയർത്തി. മാതൃവേദി അംഗങ്ങൾ ഒന്നുചേർന്ന് മാതൃവേദി ആന്തം പാടി. അസിസ്റ്റന്റ് വികാരിമാരായ ഫെബിൻ അച്ഛനും ഡിൻഡോ അച്ഛനും സന്നിഹിതരായിരുന്നു. മതബോധന വിദ്യാർത്ഥികൾക്കായി RJ25. ഡിസംബർ 8 ഞായറാഴ്ച മതബോധന വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കുമായി ഒരു ദിവസത്തെ വിശ്വാസ പരിശീലന ദിനം റിഫ്രൻ ടു ജീസസ് നടത്തി. ബ്രദർ എൽവിസ് കോട്ടുകാരനും ടീമുമാണ് ക്ലാസ് നയിച്ചത്. സൗജന്യ പ്രമേഹ പരിശോധന ക്യാമ്പ്. ബെസ്ലിക്ക ശതാബ്ദിയോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സൗജന്യ പ്രമേഹ പരിശോധന ക്യാമ്പ് ഡിസംബർ 13-ാം തീയതി 2-ാം വെള്ളിയാഴ്ച ബെസ്ലിക്ക റക്ടർ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത് രാവിലെ 7:30 നിർവഹിച്ചു. ശതാബ്ദി വർഷത്തിലെ എല്ലാ 2 വെള്ളിയാഴ്ചകളിലും ക്യാമ്പ് ഉണ്ടായിരിക്കുന്നതാണ്. സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ്. ഡിസംബർ 15 ഞായറാഴ്ച ഹെൽത്ത് കെയർ സൊസൈറ്റി, ലയൺസ് ക്ലബ് കോയമ്പത്തൂർ, അരവിന്ദ് ഹോസ്പിറ്റൽ എന്നിവരുടെ സഹകരണത്തോടെ തിമിര നേത്ര പരിശോധന ക്യാമ്പ് നടത്തി. ക്രിസ്മസ് ഈവ് 2024. കേരളത്തിലെ വിവിധ കരോൾ ടീമുകൾ മാറൊടിച്ച കരോൾ ഗാന മത്സരം ക്രിസ്മസ് ഈവ് 2024 ഡിസംബർ 19 വ്യാഴാഴ്ച വൈകിട്ട് ബെസ്ലിക്ക അങ്കണത്തിൽ വെച്ച് നടന്നു. ഡോക്ടേഴ്സ് സംഗമം. ശതാബ്ദിയോടനുബന്ധിച്ച് ഡിസംബർ 22 ഞായറാഴ്ച ബെസ്ലിക്ക ഇടവകയിലെ ഡോക്ടർമാരുടെ ഒരു സംഗമം ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ പോൾ ചെല്ലശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കരോൾ സായാഹ്നം. ഡിസംബർ 22 ഞായറാഴ്ച വൈകിട്ട് ബെസ്ലിക്ക അങ്കണത്തിൽ ഫെലിസ് നാവിദാഡ് കരോൾ സായാഹ്നം നടത്തി. ബെസ്ലിക്കയിലെ കുട്ടികളുടെയും മുതിർന്നവരുടെയും ഗായിക സംഘങ്ങൾ അവതരിപ്പിച്ച കരോൾ ഗാനങ്ങൾ ഉന്നത നിലവാരം പുലർത്തി. ക്രിസ്മസ് മത്സരങ്ങളുമായി ബെസ്ലിക്ക. ക്രിസ്മസിനോടനുബന്ധിച്ച് ഡിസംബർ 24 ചൊവ്വാഴ്ച വൈകിട്ട് നാനോ ക്രിബ് മത്സരവും നക്ഷത്ര നിർമ്മാണ മത്സരവും ക്രിസ്മസ് കരോൾ ഗാന മത്സരവും യൂണിറ്റുകളായി നടത്തി. വിവിധ യൂണിറ്റുകളും വ്യക്തികളും ആവേശപൂർവ്വം മത്സരങ്ങളിൽ പങ്കെടുത്തു. സമ്മാന വിതരണം നടത്തി. ഉണ്ണിയേശുവിനെ ഭക്തിപൂർവ്വം വരവേറ്റ് ബെസ്ലിക്ക കുടുംബം. ഡിസംബർ 24 ചൊവ്വാഴ്ച രാത്രി 11:30 തിരുപ്പിറവിയുടെ തിരുകർമ്മങ്ങൾക്ക് സഹായമെത്രാൻ മാർ ടോണി നീലൻകാവിൽ പിതാവ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുപ്പിറവിയോടനുബന്ധിച്ചുള്ള ആഘോഷയാത്രയിൽ 2024 വിവാഹത്തിന്റെ 50-ാം വാർഷികം ആഘോഷിച്ച ദമ്പതികൾ ശ്രീ പോൾ വർഗീസ് കവലക്കാട്, ശ്രീമതി ലില്ലി പോൾ എന്നിവർ ഉണ്ണിയേശുവിന്റെ രൂപം വഹിച്ചു. ഭക്തിനിർഭരമായ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നോമ്പ് മുറിക്കുന്നതിന്റെ ഭാഗമായി കട്ട്ലറ്റ് വിതരണം ചെയ്തു. ബെസ്ലിക്കയുടെ അങ്കണത്തിൽ ഒരുക്കിയ പുൽക്കൂട് ശബരമായി. ഫ്ലാഷ് മോബ് നടത്തിയ ബെസ്ലിക്ക കുട്ടികൾ. ഡിസംബർ 25 ബുധനാഴ്ച പുലർച്ചെ ക്രിസ്മസ് കുർബാനയ്ക്ക് ശേഷം ബെസ്ലിക്ക കുട്ടികളുടെ മനോഹരമായ ഫ്ലാഷ് മോബ് ഓർമ്മക്കാരൻ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് മാറ്റിവെച്ചു. ഡിൻഡോ അച്ഛന്റെ തിരുപ്പട്ടത്തിന്റെ 1ാം വാർഷികം ആഘോഷിച്ച് ബെസ്ലിക്ക.
ഡിസംബർ 26 വ്യാഴാഴ്ച പൗരോഹിത്യ സ്വീകരണത്തിന്റെ 1ാം വാർഷികം ആഘോഷിച്ച ഫാദർ ഡിൻഡോ വള്ളിച്ചിറക്കാർക്ക് ബെസ്ലിക്ക കുടുംബം ആശംസകൾ നേർന്നു. തിരുപ്പട്ടം സ്വീകരിച്ച് ഫാദർ ജിനോയ് പുല്ലക്കാരൻ. ഇടവകയിൽ 6 മാസത്തോളം നിസ്വാർത്ഥ സേവന സീമായി അനുഷ്ഠിച്ച ബ്രദർ ജിനോയ് പുല്ലക്കാരന് ഡിസംബർ 26 വ്യാഴാഴ്ച ചാലക്കുടി ചൗക്ക പള്ളിയിൽ വെച്ച് തിരുപ്പട്ടം സ്വീകരിച്ചു. പ്രാർത്ഥനാശംസകളുമായി ബെസ്ലിക്കയിൽ നിന്നും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ബോഡ്നത്താലയിൽ പങ്കെടുത്തു ബെസ്ലിക്ക. തൃശൂർ നഗരവീതിയിൽ പുളകമണിച്ച ആയിരക്കണക്കിന് ക്രിസ്മസ് പാപ്പമാർ നൃത്ത ചുവടുകളുമായി അണിനിരുന്ന ബോഡ്നത്താലെ 2024 ഡിസംബർ 27 വെള്ളിയാഴ്ച വൈകിട്ട് 5 മണി മുതൽ നഗരം നിറച്ച അവിസ്മരണീയ ദൃശ്യവിരുന്നായി. ബെസ്ലിക്കയിലെ കുട്ടികളും യുവജനങ്ങളും മുതിർന്നവരും ഒരേപോലെ ഇതിന് ഭാഗമായി. ബെസ്ലിക്ക യൂത്ത് ഒരുക്കിയ ബെസ്ലിക്ക എക്സ്പ്രസ് എന്ന ബോട്ട് ഏറെ ശ്രദ്ധേയമായി. വിശുദ്ധ കവാടം തുറന്ന് ബെസ്ലിക്ക. പ്രത്യാശയുടെ തീർത്ഥാടകരാകുക എന്ന മുദ്രാവാക്യവുമായി ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്ത 2025 ജൂബിലി വർഷാചരണത്തിന് നമ്മുടെ ബെസ്ലിക്കയിലും ഭക്തി നിർഭരമായ തുടക്കം. ഡിസംബർ 29 ഞായറാഴ്ച വൈകിട്ട് 7:30 വിശുദ്ധ ബലിക്ക് മുൻപായി അതിരൂപത മെത്രാപ്പോലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് വിശുദ്ധ കവാടം തുറന്നു. വിശുദ്ധ കവാടം കടന്ന് ദണ്ഡവിമോചനം പ്രാപിക്കാൻ ബെസ്ലിക്ക സന്ദർശിക്കുന്ന വിശ്വാസികൾക്ക് അവസരമൊരുങ്ങി. ഫെബിനച്ചിന് ആശംസകളുമായി ബെസ്ലിക്ക കുടുംബം. ഡിസംബർ 31 ജന്മദിനവും തിരുപ്പട്ട സ്വീകരണത്തിന്റെ 5ാം വാർഷികവും ആഘോഷിച്ച ഫെബിനച്ചിന് ഇടവക ജനം ആശംസകൾ നേർന്നു. പുതുവർഷത്തെ വരവേൽച്ച് ബെസ്ലിക്ക. ഡിസംബർ 31 രാത്രി 11:30 വർഷാവസാന പ്രാർത്ഥനകളും പ്രതിഘാതവുമായ പഴയ മനുഷ്യനെ കത്തിക്കലും നടന്നു. തുടർന്ന് വർഷാരംഭ പ്രാർത്ഥനയും ദിവ്യബലിയും ഉണ്ടായിരുന്നു. ഈ മാസത്തെ ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത മാസത്തെ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ ഇറ്റ്സ് മീ അഗ്ന ജെയിംസ് സൈനിങ് ഓഫ്.